കൂട്ടുകാരെ നോക്കൂ, ഇവിടെ ആകെ പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കും ചെയ്യാം. ഇതുകൊണ്ടൊരു സൂപ്പർ വളം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതൊക്കെ പറിക്കാം ഇവിടെ നിന്ന്. അപ്പം ഞാനത് ഇത്രയും പുല്ല് പറിച്ചെടുത്തു. കണ്ട, ഇതിൻ്റെ വേരോട് കൂടിയാണ് ഞാൻ പറിച്ചിരിക്കുന്നത്. അപ്പോൾ വേരുണ്ട് തന്നെ. ഇതിൽ കുറച്ച് ശീമക്കൊന്ന കയ്യമ മുള്ളുത്തും വിചാരിച്ചിട്ടാണ് കവറിട്ടേക്കുന്നത്. ഈ ശീമക്കൊന്ന അതിലേക്ക് വെച്ചു. ഇനി ഇത് മുങ്ങാനുള്ള വെള്ളം ഒഴിക്കും. ഇത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് ശരിയാക്കി വെച്ച് ഇതൊരു 7 ദിവസം ഇതിങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാനുള്ള സൂപ്പർ വളം നമുക്ക് തയ്യാറാവും. നമുക്ക് 7 ദിവസം വെക്കാം. കൂട്ടുകാരെ, നമ്മുടെ വളം ഇവിടെ റെഡി ചെയ്യണ്ട. അല്ല, ഈ ഇലയൊക്കെ കിടന്ന് ചീഞ്ഞ് സൂപ്പർ വളമുണ്ട്. ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്കൊക്കെ തെളിച്ച് കൊടുക്കാനും അതിൻ്റെ കടക്ക ഒഴിച്ച് കൊടുക്കാനും. ചെടികൾക്ക് എല്ലാ ഗുണവും ഇതിലുണ്ട്. കണ്ടോ? അപ്പം നമുക്കിത് ചെടികൾക്കൊക്കെ തെളിച്ച് കൊടുക്കാം. കുരുമുളകിന് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ ചീനമുളക് കണ്ട, ഞാൻ ചീനിക്കൊക്കെ ഇതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുക. നന്നായി ചീനമുളക് ഉണ്ടായി നിൽക്കുന്നത്. മുളകുണ്ടായി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വരാം. ഓക്കെ. ഇനി കണ്ട, ഇതിൻ്റെ ചണ്ടി കണ്ട, ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെറുതെ പുല്ല് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വേഗം ചീഞ്ഞ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മളിതൊക്കെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരും. കൂടുതൽ കായും പൂവൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കേ.